മാഷോട് എന്താ കാണിച്ചത്? പുറത്ത് ഞാൻ ഇവിടെ നല്ലപോലെ രീതിക്ക് സ്കൂളിൽ നീ പുറത്തേക്ക് ഇറങ്ങി നീ എന്താ ചെയ്യാം? സത്യം എത്തിയിട്ടേ ഞാൻ പോവുള്ളൂ. ഞാൻ അങ്ങനെ സ്വഭാവം എന്താ പറയാ നിങ്ങൾ കുറെ വീഡിയോ കടത്തി തേങ്ങ മാങ്ങച്ച കാട്ട്. ഞാൻ പറയും ഇന്നതിന്റെ ഉള്ളിലിട്ട് മെന്റലെ കാലാവസ്ഥ വീഡിയോ ഒക്കെ എടുത്തിട്ടേ സാറിന് കഴിഞ്ഞ് എവിടെങ്കിലും പുറത്ത് കിട്ടിയാ തീർക്കും ഞാന് കൊന്നിട്ട് പറഞ്ഞ കൊന്നിടും. നിന്റെ ഫോൺ ഉണ്ടോ? എന്റെ ഫോൺ ഉണ്ടോ? സിനിജി ഗുഡ് മോർണിംഗ്. അധ്യാപകർക്ക് റീത്ത് വെച്ച നാട്ടിൽ പ്രധാന അധ്യാപകനെ കൊല്ലുമെന്ന് ഒരു +1 വിദ്യാർത്ഥി പറയുന്നതിൽ നമ്മൾ അതിശയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ പിന്നീട് മാപ്പ് പറഞ്ഞുകൊണ്ട് കുട്ടി രംഗത്തെത്തിയെങ്കിലും പുറത്തിറങ്ങുക, ഞാൻ കാണിച്ചു തരാം, എൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയില്ല, ഞാൻ കൊന്നുകളയും എന്ന് 16 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി ഒരു അധ്യാപകൻ്റെ പ്രധാന അധ്യാപകൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ്. SFIക്ക് ഒരു പുതിയ പോരാളിയെ കിട്ടുകയാണോ? ശരിക്കും ചോരത്തിളപ്പുള്ള പ്രായമെന്നാണ് നമ്മളൊരു 17 മുതൽ 20, 22 വയസ്സ് വരെയൊക്കെ ഉള്ളവർ പറയുന്നത്. ചോരത്തിളപ്പൊക്കെ ആകാം, പക്ഷേ എപ്പോഴും ആ വിദ്യാർത്ഥികൾ പഠിപ്പിക്കുന്ന അധ്യാപകരോട് റെസ്പെക്റ്റ് കാണിക്കും. പക്ഷേ എല്ലാ അധ്യാപകരോടും കാണിക്കത്തില്ല. എത്ര തല്ലിപ്പൊളിയാണ് വിദ്യാർത്ഥിയെങ്കിലും അവന് ഇഷ്ടമുള്ള ഒരു അധ്യാപകനുണ്ടാവും, അവനെ ഇഷ്ടമുള്ള ഒരു അധ്യാപകനുണ്ടാവും. അപ്പം അധ്യാപകരുടെ മുമ്പിൽ വെച്ച്, സ്കൂളിൽ വെച്ച്, കലാലയത്തിൽ വെച്ച് അവർ ആ മാന്യത കാണിക്കും. പണ്ട് മുതലേ കലാലയ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ പോലും അധ്യാപകരെ ചീത്ത വിളിക്കും, അല്ലെങ്കിൽ പ്രിൻസിപ്പളിനെ എങ്ങോട്ട് ഇറങ്ങി പാടും കാണിച്ചു തരാമെന്ന് പറയും. പ്രിൻസിപ്പൾ ഇറങ്ങി വരുമ്പോൾ അവൻ തിരിഞ്ഞു ഓടും. ഇതൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ കാലം മാറി. കാലം മാറിയപ്പോൾ അധ്യാപക വിദ്യാർത്ഥികൾ തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളൽ വീണു. പാലക്കാട് ജില്ലയിലെ ആനക്കരയിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ ഒരു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത് അർഹരായ വിദ്യാർത്ഥികൾ അല്ലേ, +1 പഠിക്കണമെങ്കിൽ തന്നെ നല്ല മാർക്ക് മേടിച്ച് യോഗ്യതയോടുകൂടി ചെല്ലണം. അങ്ങനെ കിട്ടിയതായിരിക്കാം അവന് അവിടെ സീറ്റ്. അങ്ങനെ കിട്ടി പഠിക്കുന്നു. ഇവൻ ചെയ്ത കുറ്റം എന്താ? ഇവൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു. അപ്പോൾ സ്കൂളിൽ ഇത് മൊബൈൽ ഫോൺ കൊണ്ടുവരേണ്ട, 18 വയസ്സ് വരെയുള്ള കുട്ടികൾ കൊണ്ടുവരാൻ പാടില്ല എന്നുണ്ട്. അപ്പോൾ അഥവാ കൊണ്ടുവന്നാൽ തന്നെ ഒളിച്ചുപയോഗിക്കാം, അല്ലെങ്കിൽ രഹസ്യമായിട്ട് മാറ്റി വെച്ച് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ പരസ്യമായി ഉപയോഗിക്കുന്നതുകൊണ്ടാണല്ലോ ഒരു അധ്യാപകൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അധ്യാപകൻ ആ മൊബൈൽ ഫോൺ എടുത്ത് പ്രിൻസിപ്പളിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. എന്നിട്ട് സ്വാഭാവികമായിട്ടും രക്ഷകർത്താക്കളെ വിളിച്ചു വരുത്തിയിട്ട് കൊടുക്കും. പക്ഷേ ഈ വിദ്യാർത്ഥി ഈ പ്രിൻസിപ്പളിൻ്റെ മുമ്പിൽ പോയി ഇരുന്ന് കാണിക്കുന്ന ആക്രോശങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു. അത് വളരെ വൈറലായി. എന്നിട്ട് പറയുന്നു, എനിക്കിതല്ല, മറ്റൊരു മുഖമുണ്ട്, ഞാൻ പുറത്തേക്ക് ഇറങ്ങുമല്ലോ, താൻ പുറത്തേക്ക് ഇറങ്ങുമല്ലോ, കാണിച്ചു തരാമല്ലോ. ഒരു 17 വയസ്സുള്ള ഒരാളാണ് ഈ പറയുന്നത്. അവൻ്റെ അച്ഛൻ്റെയോ അല്ലെങ്കിൽ അച്ഛൻ്റെ ചേട്ടൻ്റെയോ ഒക്കെ പ്രായം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മനുഷ്യൻ്റെ അടുത്താണ് പറയുന്നത്. എങ്ങനെയാണ് അവൻ ആ സംസ്കാരം പഠിച്ചത്? അത് വളരെ വലിയ പ്രധാനമുള്ളൊരു കാര്യമാണ്. നമ്മുടെ സമൂഹത്തിൽ മൂല്യങ്ങൾക്ക് ഒരുപാട് ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മൂല്യങ്ങൾക്ക് ഇടിവ് സംഭവിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ കുടുംബത്തിൽ നിന്നാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മളെ നല്ല അച്ചടക്കമുള്ള കുട്ടികളായിട്ട്, നല്ല വിദ്യാർത്ഥികളായി വളർത്തിക്കൊണ്ടുവരും. പക്ഷേ 15 വയസ്സ് കഴിയുമ്പോൾ അവൻ്റെ ചിന്ത, ഞാൻ വളരെ മെച്ചുറായി, എനിക്ക് സ്വതന്ത്രമായി കാര്യങ്ങൾ തീരുമാനിക്കാൻ അറിയാം, എനിക്ക് സ്വന്തമായി ഫോണുണ്ട്, എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയാം, എനിക്ക് കാർ ഓടിക്കാൻ അറിയാം, അപ്പം ഞാനൊരു വലിയ പുരുഷനാണെന്നുള്ള ഒരു ചിന്ത വരും. ഒപ്പം തന്നെ ഈ മൊബൈൽ ഫോണിൻ്റെ സ്വാധീനം, അവന് ലോകത്ത് എവിടെയുള്ള കാര്യങ്ങളും അറിയാം. അപ്പോൾ അവന് താല്പര്യമുള്ള ഹൊറർ അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് ക്രൈം അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അവൻ അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ കാണുകയും ചെയ്യും. ഈ സോഷ്യൽ മീഡിയ, അതായത് യൂട്യൂബ് അടക്കമുള്ളവർ അവരെന്താണോ കാണുന്നത് അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ വീണ്ടും കൊടുത്തുകൊണ്ട് അവനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയിൽ വളരെ വലിയ സ്വാധീനം എന്തെങ്കിലും കാര്യത്തിലുണ്ടാകാം. അടുത്തിറങ്ങിയ കുറച്ച് മലയാള സിനിമകൾ വളരെ ക്രൂരത നിറഞ്ഞ സിനിമകളാണ്. നായകൻ പ്രതിനായകരെ അല്ലെങ്കിൽ വില്ലന്മാരെയൊക്കെ ഇടിച്ചു വീഴ്ത്തുന്നു, അവരുടെ കഴുത്ത് കണ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നോക്കാൻ പാടില്ലാത്ത, പറ്റാത്ത ക്രൂരതയൊക്കെയാണ് കാണുന്നത്. അങ്ങനെയൊക്കെ ക്രൂരത കണ്ടു വളരുന്ന ഒരു സമൂഹം പെട്ടെന്ന് അവൻ്റെ ചിന്തയിലേക്ക്, ഞാനും ഇനി എന്നെ എതിർക്കുന്നവരെ അല്ലെ എന്നെ നേരിടാൻ വരുന്നവരെ എതിർക്കും, അല്ലെ ശക്തമായി സംസാരിക്കും എന്നുള്ള ഒരു ചിന്ത അവനിലേക്ക് വരുന്നു. അവനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആദ്യം അവൻ്റെ അച്ഛനും അമ്മയോ എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥി സ്കൂളിലോ കോളേജിലോ പോയി തിരിച്ചു വരുമ്പോൾ അവൻ്റെ മാതാപിതാക്കൾ അവൻ എന്ത് പഠിച്ചു എന്നോ അവൻ എന്താണ് ചെയ്യുന്നതെന്നുള്ള കാര്യം കൃത്യമായി നിരീക്ഷിക്കണം. അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കും. നമ്മൾ ഇന്ന് വരെ ഒരു സ്കൂളിലോ ഒരു കലാലയത്തിലോ പോയിട്ട് ഒരു അധ്യാപകൻ്റെ നേരെ ഇങ്ങനെ ആക്രോശിച്ചിട്ടുണ്ടോ? ഇല്ലാത്തതിൻ്റെ കാരണം നമ്മൾ വീട്ടിൽ വളർന്നു വന്ന സാഹചര്യമാണ്. സമൂഹത്തെ നമ്മൾ പേടിക്കുന്നുണ്ടായിരുന്നു. അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ കാണും, അല്ലെ അപ്പുറത്തെ വീട്ടിലെ ഇക്ക കാണും, വേറെ വീട്ടിലെ അച്ചായൻ നമ്മളെ വഴക്ക് പറയുന്നത്, നമുക്കെല്ലാം നമ്മളെ വഴക്ക് പറയാനുള്ള അധികാരവും അവകാശവും അവർക്കുണ്ടായിരുന്നു. പക്ഷേ കാലം മാറിയപ്പോൾ ഒരു വടിയെടുത്ത് വിദ്യാർത്ഥിയെ അടിക്കാൻ പറ്റാത്ത കാലത്തിലേക്ക് അധ്യാപകർ മാറി. മാത്രമല്ല, എന്തെങ്കിലും വിദ്യാർത്ഥികളെ വഴക്ക് പറയുകയൊക്കെ ചെയ്താൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ പോലും അധ്യാപകർ എൻ്റെ അടുത്ത് മോശമായി പെരുമാറി എന്ന് പറഞ്ഞ് പരാതി കൊടുത്താൽ അധ്യാപകർ പെട്ടു. അപ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബോണ്ട് നഷ്ടപ്പെട്ടു. അതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ശരിക്കും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും ഇത്തരത്തിലുള്ള പ്രസ്താവനകളെ? ഇല്ല, തീർച്ചയായിട്ടും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇപ്പോൾ സിനിജി പറഞ്ഞതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയുടെയൊക്കെ ഉപയോഗം വല്ലാണ്ട് ഇപ്പോഴത്തെ കുട്ടികളെ പല രീതിയിലും ചിന്തിപ്പിക്കാൻ സിനിമകളും സോഷ്യൽ മീഡിയകളും ഒക്കെ മാറ്റിയിരിക്കണം. ഞാൻ ഒരാളെ എതിർത്ത് കഴിഞ്ഞാൽ ഞാൻ ഹീറോ ആയി
ഹീറോ പരിവേഷം എനിക്ക് കിട്ടി എന്നുള്ളൊരു ചിന്ത കുട്ടികളുടെ മനസ്സിൽ, അത് ആണായാലും പെണ്ണായാലും കുട്ടികളുടെ മനസ്സിൽ വന്നു തുടങ്ങി എന്നുള്ളതാണ്. ഈ പല സിനിമകളും അവരെ അതിലൂടെ സോഷ്യൽ മീഡിയയിലെ പല റീൽസ് എന്ന് പറയുന്ന സംഭവങ്ങളും ഒക്കെ അവരെ ആകർഷിച്ചു തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രധാന അധ്യാപനെ, പണ്ടൊക്കെ പ്രധാന അധ്യാപകൻ അല്ലെങ്കിൽ നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഹെഡ് മിസ്ട്രസ് അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ, എച്ച് എം വിളിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മുട്ട് വിറയ്ക്കാൻ തുടങ്ങും, നമ്മുടെ ഹാർട്ട് ബീറ്റ്സ് കൂടി. എന്തിനാണോ നമ്മളെ വിളിക്കുന്നത്, എന്തെങ്കിലും തെറ്റ് ചെയ്തോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്നിട്ട് ആ റൂമിൻ്റെ പുറത്ത് ചെന്ന് നിൽക്കുമ്പോൾ അവിടെ മറ്റ് ഓഫീസ് സ്റ്റാഫുകൾ ആരെങ്കിലും നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ടെൻഷനാണ്. അടുത്ത് വിളിക്കുന്നത് നമ്മളെയാണ്, എന്തിനാണോ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇപ്പോൾ നമ്മളെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് കഴിഞ്ഞ തവണത്തെക്കാളിലും ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളെയൊക്കെ HM ഞങ്ങളെ സമയത്ത് ക്ലാസ്സിൽ പിന്നെ HMൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട് ഓണപരീക്ഷയുടെയും ക്രിസ്മസ് പരീക്ഷയുടെ മാർക്കുകൾ, കാരണം 10ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോഴാണ് കൂടുതൽ ഇത്തരം പരിശോധനകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ക്രിസ്മസ് ഓണപരീക്ഷയ്ക്ക് ഒരു 45-46 മാർക്ക് ഹിസ്റ്ററിക്ക് വാങ്ങിയെങ്കിൽ ക്രിസ്മസ് പരീക്ഷ ആകുമ്പോൾ അതൊരു 40 39 അരയൊക്കെ ആകുമ്പോൾ നമ്മളെ വിളിച്ചിട്ട് ചോദിക്കും, എന്ത് പറ്റി ഇങ്ങനെ പിന്നെ മാർക്ക് ഇത്രയും കുറഞ്ഞല്ലോ, ആ സബ്ജക്റ്റ് ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ടീച്ചർ പഠിപ്പിക്കുന്ന എന്തെങ്കിലും മനസ്സിലാകാതെ. കാരണം അവർക്കൊരു പ്രതീക്ഷയുണ്ട്, ഇത്ര മാർക്കുകൾ അല്ലെങ്കിൽ ഇത്ര A+ ആ സ്കൂളിൽ നിന്ന് ഉണ്ടാകും, അങ്ങനെ പ്രതീക്ഷിക്കുന്ന കുറച്ച് കുട്ടികളുണ്ടാവും. അപ്പോൾ അപ്പോഴൊക്കെ നമുക്ക് ടെൻഷനാണ്, ഇല്ല സാർ അടുത്ത തവണ ശരിയാക്കാം, ഞാൻ അങ്ങനെയല്ല ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അത്രയും ബഹുമാനത്തോടു കൂടി പറഞ്ഞിട്ടാണ് നമ്മളൊക്കെ ഇറങ്ങി വരുന്നത്. അത് ക്ലാസ് ടീച്ചർമാരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അതൊക്കെ മാറി, സാറിനെ എടാ പോടാന്ന് വരെ വിളിക്കുന്ന, അളിയാന്ന് വരെ വിളിക്കുന്ന ലെവലിലേക്ക് പിള്ളേർ, അവരെ വിചാരം ഒരു പരിധി വരെ എന്താ പറയുക, നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥകൾ അതിനെ, ഇപ്പോൾ സിനിജ് പറഞ്ഞല്ലോ, ഒരു അധ്യാപകൻ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ ഒരു പെൺകുട്ടി എന്നെ കയറി പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി കൊടുത്താൽ ആ അധ്യാപകൻ്റെ ജീവിതം തീർന്നു. അതുപോലെ തന്നെ എന്നെ മാനസികമായി തളർത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആൺകുട്ടി ചെന്ന് ആത്മഹത്യ ചെയ്താൽ തീർന്നു അധ്യാപകന്റെ ജീവിതം. ഇവിടെ സംഭവിച്ചതാണ്, എന്നെ മെന്റലി ഹരാസ് ചെയ്യുന്നു, നിങ്ങൾ എന്നെ തുടർച്ചയായി ഹരാസ് ചെയ്യുന്നു, അവൻ ആക്രോശിക്കും, നാട്ടുകാരോട് പറഞ്ഞിട്ട് നിങ്ങളുടെ ജോലി ഞാൻ തെറിപ്പിക്കാനുള്ള വഴി ചെയ്യും എന്നൊക്കെയാണ് ഈ കുട്ടി പറയുന്നത്. അപ്പോൾ എന്തൊക്കെ മേഖലകളിൽ ഏതൊക്കെ തരത്തിൽ അവനെ സോഷ്യൽ മീഡിയയും മറ്റു കാര്യങ്ങളൊക്കെ അവനെ പിന്നെ എന്താ പറയുക, അവനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പണ്ട് കേരളവർമ്മ കോളേജിലാണെന്ന് തോന്നുന്നു, ഒരു പ്രിൻസിപ്പളിനെ പിന്നെ പാലക്കാട് വിക്ടോറിയ കോളേജിൽ റീത്ത് വെച്ച ഒരു സമൂഹമാണ്. അപ്പോൾ ഈ എറണാകുളത്ത് മഹാരാജാസ് കോളേജിൽ അറിയത്തില്ലയോ, ഒരു പ്രിൻസിപ്പളിന്റെ മുറിയിൽ കൊണ്ടുപോയി പ്രശ്നം ഉണ്ടാക്കിയത്, പ്രിൻസിപ്പളെ മുറികളിൽ പൂട്ടിയിടുന്നു, ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്നു. അധ്യാപകർക്ക് ഒരു വിലയും കൊടുക്കാത്ത ഒരു സമൂഹമായി ഇപ്പോഴത്തെ സമൂഹം വളർന്നു കഴിയുന്നു. കാരണം അടിക്കാൻ പാടില്ല, വഴക്ക് പറയാൻ പാടില്ല, ശാസിക്കാൻ പാടില്ല, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിയമപരമായി നീങ്ങിയാൽ നിങ്ങളൊക്കെ അകത്താവുമെന്ന് പറഞ്ഞുകൊണ്ട് അധ്യാപകരെ തന്നെ ഭയപ്പെടുത്തുന്ന ഒരു രീതി. അപ്പോൾ ഇത്രയൊക്കെ നോക്കുമ്പോൾ എങ്ങനെയോ പൊക്കോട്ടെ, നമ്മളതിൽ തലയിടണ്ട. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. ഒരു തെറ്റ് ചെയ്താൽ, ഒരു പ്രണയം ഉണ്ടായാൽ പോലും അത് അധ്യാപകർ അറിഞ്ഞാൽ വിളിച്ച് മാതാപിതാക്കൾ ഉപദേശിക്കും പോലെ നമ്മൾ ഉപദേശിക്കും. അതങ്ങനെയല്ല. നിങ്ങളുടെ പ്രായത്തിൻ്റെ ഇത് പക്വതയില്ലായ്മ കൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഇപ്പോൾ പഠിക്കേണ്ട സമയമാണ്, ഇതൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ പഠിക്കുക, ഒരു ഭാവിയുള്ളതാണ് നിങ്ങൾക്കെന്നൊക്കെ പറയുമ്പോൾ അത് കേട്ട് അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തലമുറയുണ്ടായിരുന്നു. അവരൊക്കെ നശിച്ചു പോയിരിക്കുന്നു, ആ കാലഘട്ടമേ നശിച്ചു പോയിരിക്കുന്നു. ഇപ്പോൾ നീ മിണ്ടാതിരിയട, അവിടെ ആദ്യം നീ മിണ്ടാതിരിയട, എന്നിട്ട് ഞാൻ മിണ്ടാതിരിക്കാം എന്ന് അധ്യാപകനോട് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് തലമുറ മാറിയിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. അതിന് ആരെന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. പിന്നെ അധ്യാപകരുടെ മോശപ്പെട്ടവരുണ്ടാകാം, അത് നമ്മളില്ല എന്ന് പറയുന്നില്ല. പക്ഷേ അങ്ങനെ മോശപ്പെട്ടവരുണ്ടാകുമ്പോഴും നല്ലവരായ ഇപ്പോൾ ഇത്രയും ആക്രോശിച്ച് ഈ വിദ്യാർത്ഥി അതൊക്കെ പറഞ്ഞു, ആ അധ്യാപകനായി ഇരിക്കുന്നിടത്ത് നിന്ന് ഒരു വാക്ക് പോലും അദ്ദേഹം ശബ്ദിക്കുന്നില്ല. കാരണം ഈ പ്രായം കഴിഞ്ഞാണ് ഞാനും വന്നത്, അപ്പോൾ അവൻ്റെ ചോരത്തിളപ്പിൽ അവൻ പറഞ്ഞു തീരട്ടെ എന്നുള്ള ഒരു സമീപനമാണ് അധ്യാപകൻ്റെ. മാത്രമല്ല അധ്യാപകൻ പ്രകോപിപ്പിക്കാൻ പറ്റില്ല. കാരണം ഇവൻ പറയുന്നത് നീ പുറത്തേക്ക് ഇറങ്ങുക, കാണിച്ചു തരാമെന്ന് പറയുമ്പോൾ ഇവൻ്റെ ആ ചോരത്തിളപ്പുകൊണ്ട് വികാരം തള്ളിച്ചുകൊണ്ട് ഈ പുറത്തേക്ക് ഇറങ്ങി വരുന്ന അധ്യാപകൻ ഇവനൊരു കല്ലെടുത്ത് വെച്ചെറിഞ്ഞാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ മീൻസ് കത്തിയെടുത്ത്, നമ്മൾ അത്രയും ക്രൂരമായിട്ട് ചിന്തിച്ചില്ലെന്നേ ഉള്ളൂ, പറയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പം ഈ അധ്യാപകരെ മാനിക്കുക, ബഹുമാനിക്കുക എന്നൊക്കെ ഉള്ളത് വീട്ടിൽ നിന്ന് നൽകേണ്ട ഉപദേശമാണ്. ഇല്ലെങ്കിൽ കുട്ടികൾ മാറിപ്പോകും. കാരണം കുട്ടികളെ വളരെയധികം മൊബൈൽ ഫോണുകൾ, സോഷ്യൽ മീഡിയ ഒക്കെ സ്വാധീനിക്കുന്നുണ്ട്, സിനിമകൾ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്തും ചെയ്യാമെന്നുള്ള തോന്നലുണ്ട്. മാത്രമല്ല തന്നെ ഒന്ന് അടിച്ചാൽ തിരിച്ചടിക്കാനുള്ള ഒരു ചോരത്തിളപ്പിൻ്റെ പ്രായമാണ് ഈ 17, ഒരു കൗമാരകാലം എന്ന് പറയുന്നത്. ആ പ്രായത്തിലുള്ളവരെ ബഹുമാനിച്ച് അല്ലെങ്കിൽ അവരെ ഉപദേശിച്ച് നല്ല രീതിയിൽ കൊണ്ടുവരണം. അതിനാണ് സ്കൂളിൽ കൗൺസിലേഴ്സിനൊക്കെ ചിലപ്പോൾ നിയോഗിക്കുന്നത്. അങ്ങനെ കൗൺസിലേഴ്സിനെ ഉപയോഗിച്ച് ഇവരെ വളരെ മാന്യമായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. ഇപ്പം
ഇത് നേരത്തെ തന്നെ പറഞ്ഞ പോലെ ഈ വിദ്യാർത്ഥികൾ കുറുമ്പ് കാണിക്കുമ്പോൾ ആ കുറുമ്പ് എന്ന് പറയുന്നത് തെമ്മാടിത്തരത്തിൻ്റെ ലെവലിലേക്ക് വരുമ്പോൾ അധ്യാപകർ പറയുന്നത് നമ്മളെന്തിനാ മൈൻഡ് ചെയ്യുന്നത്, അവൻ്റെ ഇഷ്ടം പോലെ കാണിക്കോട്ടെ. ഈ മൊബൈൽ ഫോൺ വിളിച്ച അധ്യാപകനുണ്ടല്ലോ, ആ അധ്യാപകൻ അത് കണ്ണടച്ചാൽ മതിയായിരുന്നു, എങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നില്ല. പക്ഷേ പ്രിൻസിപ്പൾ ആകെ നാണം കെട്ടുപോയി. ആ പ്രിൻസിപ്പളിനെ ഇങ്ങനെയൊക്കെ വെല്ലുവിളിച്ചിട്ട് എന്നെ മെൻ്റലി അവൻ പറയുന്ന ആ വാചകങ്ങളാണ്, എന്നെ ഇതിനകത്ത് വെച്ച് മെൻ്റലി ഹരാസ് ചെയ്തു എന്ന് പറയുമ്പോൾ അവൻ ഇതാണ് പറയാൻ പോകുന്നത്, പ്രീ പ്ലാൻഡ് ആണ്. ആ സാധനം വീട്ടിൽ ചെന്ന് രക്ഷിതാവിൻ്റെ അടുത്ത് പറഞ്ഞാൽ രക്ഷിതാവ് അതല്ലേ വിശ്വസിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ കാലത്ത് അണുകുടുംബങ്ങളായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുകയും അധ്യാപകരെക്കാൾ രക്ഷിതാക്കൾ ഈ കുട്ടികളെ വിശ്വസിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. വളരെ മോശമാണ്. എന്തായാലും ഈ സംഭവത്തെക്കുറിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തൃക്കാക്കര പോലീസ് കേസെടുത്തു, മാപ്പ് പറഞ്ഞു, അവന്റെ ആഗ്രഹം സ്കൂളിൽ പഠിക്കണം എന്നുള്ളതാണ്. പക്ഷേ എന്താണെന്നുള്ളത് സ്കൂളും PTA തീരുമാനിക്കട്ടെ. അതെ.